രാത്രി കിടന്നു കഴിഞ്ഞാൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, കുറേ ചിന്തകൾ ഇങ്ങനെ അലട്ടുന്നു. ഇനി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 2 മണി 3 മണി ആകുമ്പോഴത്തേക്ക് വീണ്ടും ഞെട്ടി എഴുന്നേൽക്കുന്നു. നമ്മുടെ ശരീരത്തിന് ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ഡിപ്രഷൻ എന്നിങ്ങനെയുള്ള അസുഖങ്ങളിലേക്ക് ചിലപ്പം നയിച്ചേക്കാം. എന്തുകൊണ്ടാണ് ഈ ഉറക്ക പ്രശ്നം ഉണ്ടാവുന്നത്? സ്ട്രെസ്സ്, ആൻസൈറ്റി, ടെൻഷൻ ഇതൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയും നമ്മുടെ ഉറക്കത്തെ ബാധിച്ചേക്കാം. അപ്പം നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യേണ്ട ഒരു റൂളുണ്ട്, അതായത് 10-3-2-1 റൂള്. ഹലോ, ഉറക്കക്കുറവാണോ നിങ്ങളുടെ പ്രശ്നം? രാത്രി കിടന്നു കഴിഞ്ഞാൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, കുറേ ചിന്തകൾ ഇങ്ങനെ അലട്ടുന്നു. ഇനി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 2 മണി 3 മണി ആകുമ്പോഴത്തേക്ക് വീണ്ടും ഞെട്ടി എഴുന്നേൽക്കുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് തോന്നുന്നില്ല. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഒരു മടുപ്പാണ് തോന്നുന്നത്. ജോബിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ടോ? എങ്കിൽ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഈ ഉറക്ക പ്രശ്നം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഡോക്ടർ സ്നിഗ്ധ സജിത്ത്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. ഇന്ന് ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ ഉറക്കക്കുറവ് എന്നുള്ളത്. നമ്മുടെ ശരീരത്തിന് ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. ശരാശരി മനുഷ്യന് ഒരു 7 മുതൽ 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. ഉറക്കം ശരിയായിട്ട് കിട്ടിയില്ലെങ്കിൽ, ലഭിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും അത് വല്ലാതെ ബാധിക്കും. പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ഡിപ്രഷൻ എന്നിങ്ങനെയുള്ള അസുഖങ്ങളിലേക്ക് ചിലപ്പം നയിച്ചേക്കാം. എന്തുകൊണ്ടാണ് ഈ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരവും നമ്മുടെ തലച്ചോറിനും ഒക്കെ ഒരു റെസ്റ്റ് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഈ ഒരു സ്ലീപ്പ് ടൈമാണ്. ഈ ഒരു സമയത്താണ് അവർ ഒരു റിപ്പയർ മോഡിലേക്ക് പോകുന്നത്. അതായത് ഈ ഒരു സമയത്തായിരിക്കും അന്നന്ന് ചെയ്ത ഓരോ കാര്യങ്ങൾ അവർ ക്രമപ്പെടുത്തിയെടുക്കുന്നതും, തലച്ചോറിലാണെങ്കിൽ ഓരോ സന്ദേശങ്ങൾ കൈമാറുകയും അതേപോലെ അത് ക്രമീകരിക്കുകയും ചെയ്യുന്നതൊക്കെ ഈ ഒരു സമയത്താണ്. എങ്ങനെയാണ് നമുക്ക് ഉറക്കം ലഭിക്കുന്നത്? നമ്മുടെ തലച്ചോറിൽ നിന്ന് പീനിയൽ ഗ്ലാൻഡ് പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോണാണ് ഈ മെലാറ്റോണിൻ എന്ന് പറയുന്നത്. മെലാറ്റോണിൻ ആണ് നമുക്ക് രാത്രിയാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തോട് ഒരു സിഗ്നൽ കൊടുക്കുന്നത്, ഉറങ്ങാൻ സമയമായി എന്നുള്ളൊരു സിഗ്നൽ കൈമാറുന്നത് ഈ മെലാറ്റോണിൻ ഹോർമോണാണ്. എന്തുകൊണ്ടാണ് ഈ ഉറക്ക പ്രശ്നം ഉണ്ടാവുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്സ്, ആൻസൈറ്റി, ടെൻഷൻ ഇതൊക്കെ തന്നെയാണ്. സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമുക്ക് ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാം. നമുക്ക് എന്തെങ്കിലും രാവിലെ നടന്ന ഒരു സംഭവം നമ്മളെ വല്ലാതെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് അത് ചിന്തിച്ച് കിടക്കുകയും പിന്നീട് ഉറക്കം കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് വരാം. അടുത്തതായിട്ട് എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഉറക്ക പ്രശ്നം കാണാറുണ്ട്. അതായത് അസിഡിറ്റി പ്രശ്നമുള്ളവരിൽ എപ്പോഴും ഈ ബ്ലോട്ടിങ്ങും ഇഷ്യൂസും ഈ നെഞ്ചിരിച്ചലും പോലെയുള്ളവർക്കൊക്കെ ഈ ഒരു ഉറക്ക പ്രശ്നം ഉണ്ടാവാറുണ്ട്. അത് ഈ അവർ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഈ ഇഷ്യൂസാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തൈറോയ്ഡ് ഹോർമോണിലെ വേരിയേഷൻസ് കൊണ്ടും ഇങ്ങനെയുള്ള ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ BPH അസുഖം ഉള്ളവർ, അതായത് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ പോലുള്ള അസുഖം ഉള്ളവരിലും ഈ മൂത്രശങ്ക അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ ഉറക്കം തടസ്സപ്പെടുത്തുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ എണീക്കുന്ന ഒരവസ്ഥ വരുന്നത് കൊണ്ട് അവർക്കൊരു കറക്റ്റ് ഉറക്കം അവിടെ കിട്ടുന്നില്ല, അതൊരവസ്ഥ. അതുപോലെ തന്നെ എന്തെങ്കിലും പോഷകങ്ങളുടെ കുറവ് സംഭവിക്കുമ്പോഴും ഈ ഒരു ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. മെഗ്നീഷ്യം അല്ലെങ്കിൽ വിറ്റാമിൻ D കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഉറക്ക പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്കും ഈ ഒരു ഉറക്കിൻ്റെ ബുദ്ധിമുട്ട് കാണാറുണ്ട്. കൂർക്കം വലി ഉള്ളവർ, അതേപോലെ സ്ലീപ്പ് അപ്നിയ പോലുള്ള കണ്ടീഷൻസ്, ഉറക്കത്തിൽ ശ്വാസം കിട്ടാതെ ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരവസ്ഥ,
അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഈ ഒരു ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയും നമ്മുടെ ഉറക്കത്തെ ബാധിച്ചേക്കാം. നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ കഫേനേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഉറക്കിനെ തടസ്സപ്പെടുത്തുകയും നമുക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഉറക്കം കിട്ടാത്തൊരവസ്ഥ വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ് ഈ ഫോൺ എഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങാൻ നേരത്ത് ആ ഒരു ടൈമിൽ ഫോൺ യൂസ് ചെയ്യുകയാണ്. ആ ഫോണിലുള്ള ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ ബ്രെയിനിന് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് തടയുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഉറക്കം കുറക്കാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതെങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ എന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ ഗാഡ്ജറ്റ്സ് മാറ്റി വെക്കുക. അതായത് നിങ്ങളുടെ ഫോൺ, ലാപ്ടോപ്പ്, സ്ക്രീൻ ടൈം ഒക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകാം. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം 1 മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു മാഗസീൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാഗസീൻസ് വായിക്കുക. ഹൊററായിട്ടുള്ള മാഗസീൻസ് ഒന്നും വായിക്കരുത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നല്ല രീതിയിലുള്ള ഒരു മാഗസീൻസ് വായിക്കാൻ ശ്രമിക്കുക. രണ്ടാമതായിട്ട് സ്ലീപ്പ് ടൈം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാം. അതായത് നിങ്ങൾ ദിവസവും ഒരു കൃത്യസമയം ഉറങ്ങാൻ വേണ്ടിയിട്ട് കണ്ടെത്തുക. അത് മാറ്റാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും 8 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ ആ 8 മണിക്ക് തന്നെ നിങ്ങൾ പിറ്റേ ദിവസം എല്ലാ ദിവസവും അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവുക. ആ 8 മണി പിന്നെ 10 മണിയായി, പിന്നെ 12 മണിയായി, ഇങ്ങനെയുള്ളൊരു മാറ്റം വരുന്ന സമയത്ത് നിങ്ങളുടെ ആ സ്ലീപ്പ് സൈക്കിളിനെ അത് ബാധിക്കുകയും പിന്നെ നിങ്ങൾക്ക് ഈ ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുകയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ അമിതമായ സ്ട്രെസ്സ്, ടെൻഷൻ, ആങ്സൈറ്റി ഉള്ളവരാണെങ്കിൽ അവർ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അവരുടെ ബെഡ്റൂം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സൂത്തിങ് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉറക്കം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ ക്രമീകരിച്ച് കൊണ്ടുവരാം. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു ടെക്നിക്കാണ് ഈ സ്ട്രെസ്സൊക്കെ ഉള്ളവർക്ക് ഒരു റിലാക്സേഷൻ ടെക്നിക്ക്, അതായത് ബ്രീതിങ് എക്സസൈസ്. നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു 4 സെക്കൻഡ് ശ്വാസം എടുത്ത് പിടിച്ചതിന് ശേഷം ഒരു 3 സെക്കൻഡോളം പിടിച്ചതിന് ശേഷം പതിയെ മെല്ലെ അത് വിടുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 മിനിറ്റ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കാൻ ഇത് സഹായിക്കും. ഇങ്ങനെയുള്ള കാര്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ മൂത്രശങ്കയുള്ളവരാണെങ്കിൽ, രാത്രി എഴുന്നേറ്റ് മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കിയിട്ട് കിടക്കുന്നതിന് മുന്നേ ഒരു മണിക്കൂർ മുന്നേ കുടിച്ചതിന് ശേഷം കിടക്കാൻ നേരത്ത് നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രം ഒഴിക്കുക. അതിനുശേഷം മാത്രം കിടക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും രാത്രി എഴുന്നേറ്റ് ആ മൂത്രശങ്ക വരുന്നത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യേണ്ട ഒരു റൂളുണ്ട്, അതായത് 10-3-2-1 റൂള്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്കൂർ മുന്നേ എങ്കിലും നിങ്ങൾ ഈ കഫെയിനായിട്ടുള്ള ഐറ്റംസ് കഴിക്കുന്നത് നിർത്തിവെക്കുക. കോഫി, ചായ, ആൽക്കഹോൾ പോലുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് നിങ്ങൾ നിർത്തിവെക്കുക ഉറങ്ങുന്നതിന് മുന്നേ. അതുപോലെ തന്നെ 3 മണിക്കൂർ മുന്നെയെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക. 2 മണിക്കൂർ മുന്നെയെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ജോലികൾ നിർത്തിവെക്കുക. 1 മണിക്കൂർ മുന്നെയെങ്കിലും നിങ്ങളുടെ ഗാഡ്ജറ്റ്സായ ഫോൺ, ലാപ്ടോപ്പ് എന്നിവ ഉപയോഗിക്കുന്നത് നിർത്തിവെക്കുക. ഈ ഒരു റൂള് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഭക്ഷണത്തിലുള്ള വ്യത്യാസങ്ങൾ, എന്തെങ്കിലും ഈ കഫെയിനായിട്ടുള്ള ഡ്രിങ്ക്സ് നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ കഴിക്കുന്നത് നിങ്ങൾ എന്തായാലും ഒഴിവാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇളം ചൂട് പാല് കുടിക്കുകയാണെങ്കിൽ ഈ പാലിലുള്ള ട്രിപ്റ്റോഫാൻ എന്ന കണ്ടൻറ്റ് അത് നമ്മളെ ഉറക്കം വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യും. ഇത്തരത്തിൽ ഉറക്ക പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. എൻ്റെ കൺസൾട്ടേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടും അതുപോലെ കോഴിക്കോട് നടക്കാവിലുമാണ്. ഇനി നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ഫോണിലൂടെ പരിശോധിച്ചിട്ട് മരുന്ന് വീട്ടിൽ എത്തിച്ചു തരുന്നതുമായിരിക്കും. ഞങ്ങളിവിടെ ചെയ്യുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയം നടത്തി അതുപോലെ തന്നെ ജർമ്മൻ പൊട്ടൻസി മരുന്ന് ഉപയോഗിച്ചാണ് ചികിത്സ നൽകി വരുന്നത്.
എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. സ്നേഹത്തോടെ ഞാൻ ഡോക്ടർ സ്നിഗ്ധ സജിത്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.